നമസ്കാരം. മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായി നടു റോഡിൽ തർക്കത്തെ തുടർന്ന് KSRTC താൽക്കാലിക ജീവനക്കാരനായിരുന്ന, അതായത് KSRTCയുടെ താൽക്കാലിക ഡ്രൈവറായിരുന്ന യദുവിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് പ്രൈവറ്റ് ബസ്സിലടക്കം ജോലി നോക്കി വന്ന യദുവിന് ആ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും പുതിയ സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷമാണ് നിയമസഭയിൽ അദ്ദേഹത്തിന് ഡ്രൈവർ ജോലി താൽക്കാലികമായി ലഭിച്ചിരിക്കുന്നത്. ഈ നിയമസഭയിൽ ജോലി ലഭിച്ചതിന് ശേഷം യദുവിനെ മറ്റാരും കണ്ടിട്ടില്ല. അതായത് ഡ്രൈവർ യദു നിയമസഭയിൽ ഡ്രൈവറായി വാഹനം ഓടിക്കുന്നത് ആരും കണ്ടിട്ടില്ല. നമ്മൾ ഇക്കഴിഞ്ഞ ദിവസം ഈ ഒരു നിയമസഭയ്ക്ക് മുൻപിലൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് യദുവിനെ അപ്രതീക്ഷിതമായി കാണുന്നത്. ഇതിനെ തുടർന്ന് നമ്മൾ ആ ദൃശ്യം പകർത്തുകയും ചെയ്തു. എന്തായാലും നിയമസഭയിൽ നിന്നും അദ്ദേഹം ബസ് ഓടിച്ചുകൊണ്ട് ആ പാളയം സാഫല്യം കോംപ്ലക്സിന് മുൻപിലൂടെ പോകുമ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായാണ് കണ്ടത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം. എന്തായാലും ഏറെ സന്തോഷത്തോടു കൂടിയാണ് യദു ഈ നിയമസഭയിലെ താൽക്കാലിക ജീവനക്കാരനായുള്ള ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു യദുവിന് ജോലി ലഭിച്ചത്. യദുവിന് ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് ചാണ്ടി ഉമ്മൻ MLA സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന് പ്രകാരമായിരുന്നു യദുവിന് നിയമസഭയിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലി ലഭിക്കുന്നത്. ഏറെ സന്തോഷം നൽകുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണുവാൻ സാധിച്ചത്. ഇക്കഴിഞ്ഞ കുറേ മാസങ്ങളായി അതായത് ഒരു വർഷം കഴിഞ്ഞു ഈ ആര്യ രാജേന്ദ്രനുമായുള്ള ഈ നടു റോഡിലുള്ള തർക്കത്തെ തുടർന്ന് യദുവിന് ജോലി നഷ്ടമായിട്ട്. ഇതിനെ തുടർന്ന് പ്രൈവറ്റ് ബസ്സിൽ ജോലി നോക്കി. അതും നിലവിലുള്ള സർക്കാരും പാർട്ടിക്കാരും പോലീസുകാരും MVDയും അടക്കം തടസ്സപ്പെടുത്തുന്ന സാഹചര്യം. ഇതിന് പിന്നാലെ ഡെലിവറി ബോയായി ജോലി നോക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. വീട്ടിൽ മകനും അച്ഛനും അമ്മയുമാണുള്ളത്. യദുവിൻ്റെ വരുമാന മാർഗത്തിലാണ് ഇവർ കഴിഞ്ഞു പോന്നിരുന്നത്. ഈ ഡെലിവറി ബോയ് അടക്കമുള്ള ജോലികളിൽ ഏറെ പ്രതിസന്ധി നേരിടേണ്ടി വരുന്ന സാഹചര്യം. ഇതിന് പിന്നാലെയാണ് നിലവിലിപ്പോൾ പുതിയ സർക്കാർ വന്നതിന് ശേഷം നിയമസഭയിൽ ജോലി ലഭിച്ചിരിക്കുന്നത്. ഏറെ ആശ്വാസം എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം യദുവിനെ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവിടെ എടുത്തു പറയേണ്ടത്, ആര്യ രാജേന്ദ്രൻ പരാതി നൽകിയതിനെ തുടർന്നാണ് യദുവിന് KSRTCയിലെ ജോലി അന്ന് നഷ്ടപ്പെടുന്നത്. ആര്യക്കെതിരെ യദുവും പരാതി നൽകിയിരുന്നു. 2024 ഏപ്രിൽ 28 പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലായിരുന്നു ഈ സംഭവം നടന്ന ഈ സ്ഥലത്ത് വെച്ച് തന്നെയാണ് യദു നിയമസഭയുടെ ഈ വാഹനം, അതായത് ബസ് ഓടിച്ചു പോകുന്ന സന്തോഷം നൽകുന്ന ആ ദൃശ്യം നമുക്കും പകർത്താൻ സാധിച്ചിരിക്കുന്നത്. ആര്യ രാജേന്ദ്രനും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവും ബന്ധുക്കളും നടു റോഡിൽ കാർ കുറുകെയിട്ട് KSRTC ബസ് തടഞ്ഞ് തർക്കമുണ്ടാക്കുകയായിരുന്നു. വാഹനം ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് അന്ന് തർക്കമുണ്ടായത്. തുടർന്ന് യദുവിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ കാറിന് നേർക്ക് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന മേയറുടെ പരാതിയിലാണ് പിന്നീട് കേസെടുത്തതും. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു യദു ഓടിച്ച സൂപ്പർ ഫാസ്റ്റ്. മേയർ സഞ്ചരിച്ച കാർ ബസ്സിന് സൈഡ് കൊടുക്കാതെ വേഗം കുറച്ചു നീങ്ങിയെന്ന് യദു പോലീസിന് മൊഴിയും നൽകിയിരുന്നു. പാളയത്ത് സിഗ്നലിൽ നിർത്തിയപ്പോൾ ബസ്സിന് മുന്നിൽ കയറി കാർ കുറുകെയിട്ടു. ആദ്യം കാറിൽ നിന്ന് ഇറങ്ങിയയാൾ അസഭ്യം പറഞ്ഞു. അപ്പോൾ തിരിച്ചും പ്രതികരിച്ചു. പിന്നാലെ കാറിൽ നിന്ന് ഇറങ്ങിയയാൾ MLA ആണ് എന്ന് അറിഞ്ഞില്ല എന്നും യദു അന്ന് മൊഴി നൽകിയിരുന്നു. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും ബസ് തടഞ്ഞ് യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടു എന്നും കാണിച്ച് ഡ്രൈവർ യദു പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്ന് കേസെടുത്തില്ല. പിന്നീട് വിവാദമായതോടെയാണ് കേസായത്. കോടതിയിൽ മേയർക്ക് അനുകൂലമായാണ് പോലീസ് കുറ്റപത്രവും സമർപ്പിച്ചത്. നിലവിലിപ്പോൾ KSRTC ഡ്രൈവർമാരെ തിരഞ്ഞെടുക്കാനുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പട്ടികയിൽ യദു ഉൾപ്പെട്ടിട്ടുണ്ട്. 30 പേരുള്ള പട്ടികയിൽ 15 പേർക്ക് ഇതിനോടകം നിയമനം നൽകി.
തനിക്കും നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് യദു ഇപ്പോൾ ഉള്ളത്. എന്തായാലും യദു നിയമസഭയിൽ താൽക്കാലിക ഡ്രൈവറായി ജോലിയിൽ കയറിയതിന് ശേഷമുള്ള ആദ്യ ദൃശ്യമാണ് നമ്മളിപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. പലർക്കും യദു ഈ ഒരു ബസ് ഓടിക്കുന്ന ദൃശ്യം കാണാൻ ആഗ്രഹമുണ്ടാകും. അപ്രതീക്ഷിതമായാണ് നമ്മുടെ മുൻപിലും യദു പെട്ടത്. ഇതിന് പിന്നാലെയാണ് നമ്മൾ ദൃശ്യം പകർത്തിയതും. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.